മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ബോഗൺവില്ലകളുടെ 6 ഇഞ്ച് പോട്ടിലുള്ള ചെടികളുടെ ഒരു കുറച്ച് സെലക്ഷൻ. അപ്പോൾ അന്ന് എല്ലാ ചെടികളിലും പൂക്കളായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പലരും ഇവിടെ വന്നു പൂക്കളായിട്ടില്ല എന്നുള്ള ഒരു സങ്കടം അറിയിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പൂവായ സമയത്ത് വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളറൊക്കെ കാണാം, ചെടികളിൽ വന്നിരിക്കുന്ന പൂക്കളും അതൊക്കെ കണ്ട് നിങ്ങൾക്കത് വാങ്ങാനായിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ എടാട്ടുകാരനിലെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ബോഗൺവില്ലകളുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായിട്ട് എന്താ പറയുക, വെറൈറ്റികളാണ്. നമ്മുടെ നാടൻ വെറൈറ്റികളല്ല കൂടുതലും, നമ്മുടെ വെറൈറ്റി മോഡലായിട്ടുള്ള എല്ലാത്തരം ചെടികളും സ്വന്തമായിട്ട് തന്നെ കമ്പ് നട്ടുപിടിപ്പിച്ച് നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഹെൽത്തി പ്ലാന്റാണ്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വലിയ ചട്ടികളിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നഴ്സറിയിലേക്ക് വന്ന് നേരിട്ട് വാങ്ങാം. ചില പ്രത്യേക സാഹചര്യം ദൂരമുള്ളവർക്ക് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനിലായാലും നമുക്ക് വാങ്ങാനായിട്ട് അവസരമുണ്ട് കേട്ടോ. ഇത് എൻ്റെ അങ്കിളുടെ മോളാട്ടോ, ഐബി. എങ്ങനെ ഇവിടെ എത്തി? എനിക്ക് സന്തോഷമായി. എന്തായാലും നിങ്ങളിങ്ങനെ ചെടികൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള അറിഞ്ഞാലും സന്തോഷം. എങ്ങനെയുണ്ട്? എന്തുണ്ട് വിശേഷം? മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്ന? ഓക്കെ. ഇത് ആരാ? നമ്മുടെ ഫ്രണ്ടാണ്. രണ്ടുപേരോട് ചെടി എടുക്കാൻ വന്നതാണ് അല്ലേ? ഓക്കെ ഓക്കെ, സന്തോഷം. ഡെൽറ്റ ഓറഞ്ചിന്റെ വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള അടിപൊളി ഒരു വെറൈറ്റി ആട്ടോ. അപ്പോൾ ഇതിനും 450 രൂപയാണ്. 6 ഇഞ്ച് പോട്ടിൽ തന്നെയാണ്. നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്കൊരു 12 ഇഞ്ച് പോട്ടിലൊക്കെ നല്ല രീതിയിലൊരു പോട്ടി മിക്സിൽ വെച്ചാൽ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നിറച്ച് ഫ്ലവറും ചില്ലകളൊക്കെ ആകും. അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് കേട്ടോ. ഇത് ഡെൽറ്റ യെല്ലോ വെരിഗേറ്റഡ് ലീഫിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഓറഞ്ചിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി. ഇതും ഇതുപോലെ നല്ല പോട്ടിൽ നമ്മൾ കമ്പ് നട്ടുപിടിപ്പിച്ച് നമ്മുടേതായ പോട്ടിലേക്ക് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഹെൽത്തി ആവുന്ന പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ വില 450 രൂപ തന്നെയാണ്. പലരും പറയുന്നു ഞാൻ ചെടികളുടെ ഒന്നും വില പറയുന്നില്ല എന്ന്. നമ്മുടെ എന്താ പറയുക, ബിസിനസ് അറിയാലോ, ഒരു കോമ്പറ്റീഷനാണ്. നമ്മൾ വില പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അഭിപ്രായം നമ്മളത് തരയാൻ നിൽക്കണം. അതുകൊണ്ടാണ് വില പറയാത്തത്. നിങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ അദ്ദേഹം അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ നമ്മൾ. ജിൻ്റെ വെറൈറ്റിയാണ്. യെല്ലോ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിനും വില 450 രൂപ തന്നെയാണ്. അതിൻ്റെയും പ്ലാന്റ് കുറച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഡോക്കി സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ 6 ഇഞ്ച് പോട്ടിൽ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് ശരിക്കും ഒറിജിനലാണ്. ഇതിൻ്റെ ഫേക്ക് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഇല ഞാൻ ഒന്ന് കാണിച്ചു തരാം. പൂവില്ലെങ്കിലും നമുക്ക് ഇതേപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഭംഗിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള പോട്ടിൽ വെച്ചാൽ മനോഹരമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചെടികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇത് ഹെവി ബ്ലൂമിങ് ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പൂക്ക് നോക്കണ്ട, ഇത് നന്നായിട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. മുള്ളില്ലാത്തൊരു വെറൈറ്റി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലീഫൊക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഗോൾഡൻ ജാക്ക് ബോർഡിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ള പൂവില്ലെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. പക്ഷേ പൂവുള്ള പ്ലാന്റ്. ഇത് ഗോൾഡൻ ജാക്ക് ബോർഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് ലീഫ് തന്നെയാണ്. ഇതിൻ്റെ ലീഫിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇത് ഒരു പിങ്കിഷ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കുറേ പ്ലാന്റ് നമുക്കിവിടെ സെയിലിന് റെഡിയാണ്. അപ്പോൾ ഇതേപോലെയുള്ള 6 ഇഞ്ച് പോട്ടിൽ നിന്ന് നിങ്ങൾ വേറൊരു പോട്ടിലേക്ക് വെക്കുമ്പോൾ ഈ ചെടികളുടെ മാറ്റം കാണാൻ പറ്റും. കാരണം നമുക്ക് അറിയാലോ, നഴ്സറിയിൽ നമുക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇതുപോലെയുള്ള ചെടികൾ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ചെറിയ ചെടിയാണ്, ചെറിയ പോട്ടാണ്, അതിൽ പൂവായിട്ടില്ല എന്നൊക്കെ ഉള്ള വിഷമമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് കൊണ്ടുപോയി, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി പൂവായതുകൊണ്ടാണ് ഇത്ര എന്താ പറയുക ധൈര്യമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കൊണ്ടുപോകാം. എന്ത് മനോഹരമായ കളറാന്ന് നോക്കിയേ. റെഡ് സെപ്റ്റംബർ എന്നാണ് ഇതിന് പറയുന്നത്. പീച്ചും അതുപോലെ തന്നെ ആ പിങ്കും എല്ലാം കയറി വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ സ്പോട്ടഡും കൂടി വന്നു കഴിഞ്ഞപ്പോഴേ നല്ല ഭംഗി. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ആയിട്ടുണ്ടെങ്കിലും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ കുറച്ച് പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഈ ഒരു ഗാർഡനിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത്. നാടൻ വെറൈറ്റികളില്ല. അപ്പോൾ ഈ കാണുന്നത് എല്ലാം ഈ ഗാർഡൻ്റെ ഓണർ കമ്പ് നട്ട് പിടിപ്പിച്ച് ഹെൽത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. വന്ന് നോക്കിയാലും ഒരു 30ഓളം വെറൈറ്റി ആയിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ ഇല്ലാത്ത വെറൈറ്റീസ് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൂക്കൾ നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് ഒരു
ഷീറ്റിൻ്റെ അടിയിലാണ് അദ്ദേഹം അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വലിയ വെയിലത്തേക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇത് നമ്മുടേതായ ഒരു നല്ലൊരു പോട്ടിൽ വെച്ച് അറേഞ്ച് ചെയ്താൽ ഇത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് നിറച്ച് പൂക്കൾ തരും. ഇനി ഈ സീസണിൽ ഉണ്ടായില്ലെങ്കിലും നമുക്ക് അടുത്ത സീസണുകളിൽ ഇതിൻ്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായിട്ട് നിൽക്കുന്ന ചെടികൾ നമുക്ക് സ്വന്തമാക്കാം. മാത്രവുമല്ല നമ്മുടെ ഈ ചെടി ഒന്ന് വളർന്ന് ഇതിൻ്റെ കമ്പ് വെട്ടാറാകുമ്പോൾ, ഇപ്പോഴല്ല അടുത്ത സീസണിലെങ്കിലും വെട്ടാറാകുമ്പോൾ നിങ്ങൾ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുക. കമ്പുകളെല്ലാം നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്കിത് ഒരു സെയിൽ നമ്മുടെ വീട്ടിൽ ഒരു വരുമാന മാർഗം കൂടി നമുക്ക് ആക്കാം. കാരണം ഓരോ വർഷം ചെല്ലുന്തോറും ബോഗൺവില്ലകളുടെ വെറൈറ്റീസും അതുപോലെ തന്നെ ഇതിൻ്റെ ഇഷ്ടവും കൂടി വരികയാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇതിൻ്റെ 2 കമ്പ് കൊടുത്താൽ നമുക്ക് പുതിയ വെറൈറ്റി വേറെ മേടിക്കാമല്ലോ. നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ അധ്വാനമാണ്. നിങ്ങൾ വന്ന് കാണുമ്പോൾ അയ്യോ അത് പൂവില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം അത് വെക്കാൻ നമുക്ക് ഇതുപോലെ ഒത്തിരി ഏരിയ, വെയിലുള്ള ഏരിയ, ഈ ഒരു ടൗൺ ഏരിയ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥല സൗകര്യം കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്കിങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. ഇവിടെ വന്ന് എൻ്റെ പേരൊന്ന് പറഞ്ഞോളൂ. അപ്പോൾ ചെറിയ ഡിസ്കൗണ്ടൊക്കെ തരും. ജാൻസിസ് പാർട്ടീസ് വീഡിയോ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മിതമായ റേറ്റിൽ അദ്ദേഹം നമുക്ക് തരും കേട്ടോ. പിന്നെ വെറൈറ്റീസിനൊക്കെ വിലയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.